നമസ്കാരം ഗൈസ്, ഇതിൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. എൻ്റെ പേര് കുട്ടൻസ് ടെക്കാണ്. ഇത് തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്, അതിതാണ്. Yo bros, I'm chilling outside right now. Bro, this sunset about to play. നിങ്ങൾ ഗസ് ചെയ്ത പോലെ തന്നെ ഈ സ്ഥലം കുട്ടനാടാണ്. അതുകൊണ്ടാണ് ഈ പേരെടുക്കാനുള്ള കാരണം. ഒത്തിരി ക്രിഞ്ചാന്നെനിക്ക് തോന്നിയെങ്കിലും എന്നാലും ഞാൻ പേരിട്ട്. പിന്നെ ഈ വീഡിയോ ലേറ്റ് ആകാൻ ഒത്തിരിയധികം കാരണങ്ങളുണ്ടായിരുന്നു. എനിക്ക് കോളേജിൽ എക്സാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വേറെ കുറച്ച് കാരണങ്ങളുണ്ടായിരുന്നു ഇത് പോസ്റ്റ് ചെയ്യാൻ ഇത്രയും ലേറ്റ് ആയത്. ഏകദേശം ഒരു 6 months ലേറ്റായി ബാക്കി യൂട്യൂബേഴ്സിനെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ നമുക്ക് ഈ ഫോണിന്റെ ലുക്സ് ആൻഡ് ഡിസൈനെ പറ്റി പറഞ്ഞു തുടങ്ങാം. ഇതിന്റെ ഡിസൈനെ പറ്റി പറയുവാണെങ്കിൽ ഇതിനു മുമ്പ് ഇറങ്ങിയ നത്തിങ് ഫോൺ 1ന്റെ സെയിം ഡിസൈൻ പാറ്റേൺ ആണ് ഇതിലും കൊടുത്തിരിക്കുന്നത്, അതായത് ട്രാൻസ്പെറന്റ് ബാക്ക്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രേറ്റ് ഡിസൈൻ ആണ് നത്തിങ് ഫോൺ 2ലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഡിസൈൻ വൈസ് കുറച്ച് അപ്ഗ്രേഡ്സ് കൊണ്ടിട്ടുണ്ട്. അതായത് ഇതിന്റെ ബാക്കിലുള്ള ഗ്ലാസ് ഇച്ചിരി കർവ് ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ ഡിസൈൻ നല്ല ബോക്സി ആയതുകൊണ്ട് കൈ പിടിക്കാൻ അത്രയ്ക്ക് സുഖമില്ലായിരുന്നു. അതുകൊണ്ട് ഇത്തവണ അത് അവർ സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ക്യാമറ ലേഔട്ട് സൈഡിൽ നിന്ന് സെന്ററിലോട്ട് ആക്കിയിട്ടുണ്ട്. ഈ ഫോണിന്റെ ബാക്കിലും ഫ്രണ്ടിലും ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ബാക്കിലാണെങ്കിൽ ഗ്ലാസ് ആയതുകൊണ്ട് ഇതിൽ സ്പെഷ്യൽ ആയിട്ട് 2 ലേയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേര് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഈ ലേയേഴ്സ് ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫിംഗർ പ്രിന്റ്, സ്ക്രാച്ചസ്, പിന്നെ യെല്ലോ കളർ ആവുന്ന ഇഷ്യൂനെയും സോൾവ് ചെയ്യുന്നു. ഈ സെഗ്മെന്റിന്റെ അവസാനമായി നമുക്ക് ഇതിന്റെ പോർട്സ് ആൻഡ് ബട്ടൺസിനെ പറ്റി പറയാം. ബോട്ടം സൈഡിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, ടൈപ്പ് സി പോർട്ട് ആൻഡ് സിം ട്രേ. പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ്. ടോപ്പ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ റൈറ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ പവർ ഓൺ ആൻഡ് ഓഫ് ബട്ടൺ. ഇനി ഈ വീഡിയോയുടെ അടുത്ത സെഗ്മെന്റിലോട്ട് നമുക്ക് കടക്കാം, അതായത് ക്യാമറാസ്. ഇതിന്റെ ബാക്ക് സൈഡിൽ 2 ക്യാമറാസ് ഉണ്ട്. 50 MP മെയിൻ സെൻസർ ആൻഡ് 50 MP അൾട്രാ വൈഡ് സെൻസർ. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലോട്ട് വരുവാണെങ്കിൽ ഇതിനൊരു 32 MP സെൽഫി ക്യാമറയും കൂടെ ഉണ്ട്. ഇനി ഈ ഫോണിന്റെ ക്യാമറ ഇന്റർഫേസ് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ ക്യാമറ ഇന്റർഫേസ് കാണാനും യൂസ് ചെയ്യാനും ഒക്കെ സിമ്പിൾ ആണ്. ഇതിന്റെ വീഡിയോ സെറ്റിംഗ്സ് 4K up to 60 FPS വരെ പറ്റുന്നുണ്ട് റെസൊല്യൂഷൻ. പിന്നെ 1080p at 60, 1080p at 30, അങ്ങനെ പല റെസൊല്യൂഷനിൽ നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യാം. ഇതിന്റെ സ്ലോ മോഷൻ്റെ അത് 1080p at 120 FPS വരെ പറ്റും. പോർട്രേറ്റ് മോഡ്, പിന്നെ എക്സ്ട്രാ മോഡ്സിൽ ഇതിൽ ബേസിക് ആയിട്ടുള്ള എക്സ്ട്രാ മോഡ്സും ഇല്ലാത്തുണ്ട്. അടുത്തതായി ഈ ഫോണിൽ നിന്ന് എടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതിന്റെ സാമ്പിൾസ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ പ്രൈസ് പോയിന്റുമായിട്ട് ചെന്ന് നോക്കുമ്പോൾ ഇത് ഡീസെന്റ് ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അത്രയ്ക്കും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാ ഫോട്ടോസും ഒന്ന് ക്രോപ്പ് ചെയ്യുവാണെങ്കിലും അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ കളർ ടോൺ പിക്സൽ ഫോൺസിനെ പോലെ ക്ലോസ് ടു നാച്ചുറലുമാണ്. ഇനി നമുക്ക് കുറച്ച് വീഡിയോ സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇതിനകത്ത് എടുക്കുന്ന വീഡിയോസിനും ഡീസെന്റ് ക്വാളിറ്റി തന്നെയാണുള്ളത്. ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. പിന്നെ നല്ല കളേഴ്സും ഒക്കെ ഉണ്ട്. 4K up to 60 FPS വരെ ഉണ്ട്. അതപ്പം പ്രൈസ് പോയിന്റുമായിട്ട് നോക്കുമ്പോൾ നല്ലൊരു വീഡിയോ ക്വാളിറ്റിയാണ്, വീഡിയോ ഔട്ട്പുട്ടാണ് ഈ ഒരു ഡിവൈസ് തരുന്നത്. ഈ വീഡിയോയുടെ അടുത്ത സെഗ്മെന്റ് ആണ് ഇതിന്റെ ഗ്ലിഫ് ഇന്റർഫേസ്. പക്ഷെ ഈ ഗ്ലിഫ് ഇന്റർഫേസിന്റെ സെഗ്മെന്റ് അത്രയും കാര്യമുള്ള സെഗ്മെന്റ് ആണ്. ആ ഒരു പോയിന്റ് ഈ സെഗ്മെന്റിന്റെ അവസാനം നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിലൂടെ ഗ്ലിഫ് വെച്ച് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫീച്ചേഴ്സ് ആണ് നോട്ടിഫിക്കേഷൻ, വോളിയം, കോൾസ് ആൻഡ് ഫിൽ ലൈറ്റ്. ഇതിൽ വരുന്ന വേറെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ഫ്ലിപ്പ് ടു ഗ്ലിഫ് എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ ഫോൺ ഫ്ലിപ്പ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സെക്ഷൻസ് ഉണ്ട്. അവിടെ ലൈറ്റ് കത്തി നമുക്ക് നോട്ടിഫിക്കേഷൻ അറിയാവുന്നതാണ്. ഗ്ലിഫ് ടൈമർ എന്നൊരു ഫീച്ചർ ഉണ്ട്. ഇത് വെച്ച് നമുക്ക് ടൈം ട്രാക്ക് ചെയ്യാം. പിന്നെ ഓർഡർ വരുമ്പോൾ അതിന്റെ ഓർഡർ എവിടം വരെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനും സഹായിക്കും. പിന്നെ ഈ ഡിവൈസ് ചാർജ് ചെയ്യുമ്പോൾ ഇതിന്റെ ബാറ്ററി ഇൻഡിക്കേറ്റർ ആയിട്ട് ആക്ട് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആണ്. ഇതിൽ പിന്നെ റിംഗ് ടോൺ വെച്ച് ചെയ്യുന്ന കുറെ പരിപാടികളുണ്ട്. റിംഗ് ടോൺ ഓൺ ആക്കി നമുക്ക് ലൈറ്റൊക്കെ കത്തിച്ച് കളിക്കാം. പിന്നെ കസ്റ്റമായിട്ട്, അതായത് നമുക്ക് തന്നെ അതിന്റെ സൗണ്ട്സ് ഒക്കെ വെച്ച് നമുക്ക് റിംഗ് ടോൺ ഉണ്ടാക്കാം. ഗ്ലിഫ് ഇന്റർഫേസിനെ പറ്റിയെല്ലാം കണ്ടല്ലോ. ഇനിയും ഇതിനകത്തുള്ളൊരു പ്രശ്നം ഞാൻ പറയാം. ഇത് ഇനിയും പ്രാക്ടിക്കൽ യൂസ് ഒന്നും തീരെ കുറവാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ഓഫ് ചെയ്തിട്ട് വെക്കുക. ഞാനിപ്പം 3 യൂസേഴ്സിനോട്
അവരോട് പേഴ്സണലി ചോദിച്ചു. അവരുടെ സ്ക്രീൻഷോട്ട് ഞാനിപ്പം ഇതിലിടുന്നുണ്ട്. അവരുടെ നോട്ടിഫിക്കേഷനകത്ത് ഗ്ലിഫ്സ് ഓൺ ആക്കാൻ ഓഫ് ആക്കാനുള്ള സെറ്റിങ്സ് ഉണ്ട്. അത് എല്ലാവരുടെയും ഓഫാണ്. ഇതോടെ മനസ്സിലായല്ലോ. ഇനിയും ഇതൊരു വെറും ഒരു സെല്ലിംഗ് പോയിൻ്റാണ് ഈ ഗ്ലിഫ് എന്ന് പറഞ്ഞാൽ. ഈ ലൈറ്റിന് പുറകെയുള്ള ലൈറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സെല്ലിംഗ് പോയിൻ്റാണ്. പിന്നെ പ്രത്യേകിച്ച് വലിയ ഉപകാരമൊന്നുമില്ല. പിന്നെ ആസ്യൂസിൻ്റെ ഒരു പുതിയ ഫോണുണ്ട്, ROG 8. ആ ഒരു ഡിവൈസിനകത്ത് ബാക്കിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള LEDs ഉണ്ട്. അതായത് അത് കത്തുമ്പോൾ മാത്രം നമ്മൾ അറിയുക, അല്ലാത്തപ്പോൾ നമ്മൾ അറിയത്ത് പോലും ഇല്ല പുറകെ LED ഉണ്ടെന്ന്. ആ ഒരു പരിപാടി കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചുകൂടെ യൂസാണ്. അതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റൊക്കെ അതേപോലെ ഡിസ്പ്ലേ ചെയ്ത് പോകുന്ന സംഭവമുണ്ട്. അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്, നല്ല അടിപൊളി കാര്യമാണ്. അത് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരുവാണെങ്കിൽ പിന്നെ ആർക്കെങ്കിലും ഒരു യൂസ് കേസെങ്കിലും ഉണ്ടാകും. ഇതിലുള്ള അടുത്ത സെഗ്മെന്റ് ആണ് ഇതിന്റെ ഹാർഡ്വെയർ ആൻഡ് ഇറ്റ്സ് ഹാർഡ്വെയർ ഫീച്ചേഴ്സ്. ഇതിനകത്തുള്ള ഹാർഡ്വെയർ ഫീച്ചേഴ്സ് ഒക്കെ അറിയണമെങ്കിൽ ഇതിന്റെ സെറ്റിംഗ്സിനകത്ത് എബൌട്ട് ഫോണിന്റെ സെക്ഷനിൽ വന്നാൽ മതി. ഇതിന്റെ ഡീറ്റെയിൽഡ് ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻസ് വേണമെങ്കിൽ ഇന്ന് പിടിച്ചോ. 6.7 inch Full HD AMOLED with HDR10+ support, 120 Hz LTPO with 240 Hz touch sampling rate. LTPO എന്ന് വെച്ചാൽ 1 Hz to 120 Hz വരെ ഡൈനാമിക് ആയിട്ട് റിഫ്രഷ് റേറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രയോജനം എന്ന് വെച്ചാൽ ബാറ്ററി സേവ് ആകും. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 1, 1600 nits peak brightness, in-display fingerprint sensor, 12 GB RAM plus 256 or 512 GB storage, 4700 mAh battery with 45 watt charging and wireless charging, 50+50 megapixel cameras with 32 megapixel front camera, stereo speakers, Gorilla Glass with aluminum frame, UL Nano SIM, 5G SIM, Wi-Fi 6, Bluetooth 5.3 and NFC. ഇതിലുള്ള ചിപ്സെറ്റ് ആണ് സ്നാപ്ഡ്രാഗൺ 8+ Gen 1. ഇത് വെച്ച് നോർമൽ യൂസേജിനും പിന്നെ ഡേ ടു ഡേ യൂസേജിനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. നല്ല സ്മൂത്ത് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ, ഒരു കാഷ്വൽ ഗെയിമർ ആയിക്കോട്ടെ, ഹെവി ഗെയിമർ ആയിക്കോട്ടെ, ഈ ഒരു ഡിവൈസ് നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെ നിങ്ങൾ ഇതിൽ PUBG കളിക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് സ്മൂത്ത് പ്ലസ് എക്സ്ട്രീം വരെ പോകാൻ പറ്റും. അപ് ടു 60 FPS വരെ കിട്ടും. പിന്നെ ഇതിൽ ബോണസ് ആയിട്ട് 2 ഫീച്ചർ കിട്ടുന്നുണ്ട്. ഒന്ന് വയർലെസ് ചാർജിങ്, മറ്റൊന്ന് റിവേഴ്സ് വയർലെസ് ചാർജിങ്. ഇനി ഈ ഒരു വീഡിയോയുടെ സെക്കൻഡ് ലാസ്റ്റ് സെഗ്മെന്റിലോട്ട് പോകാം, സോഫ്റ്റ്വെയർ ആൻഡ് കസ്റ്റമൈസേഷൻ. നത്തിങ് OS 2.0 ഈ ഒരു ഡിവൈസ് മാർക്കറ്റിൽ ആദ്യം ഇറങ്ങുന്നത്. ഇതിലാണെങ്കിൽ നിറച്ച് കസ്റ്റമൈസേഷൻസ് ഉണ്ട്. നമുക്ക് കയ്യിൽ എണ്ണി തീരത്തില്ല, അത്രയ്ക്കും കസ്റ്റമൈസേഷൻസ് ആണ് ഈ ഒരു ഡിവൈസിനകത്തുള്ളത്. പക്ഷെ നത്തിങ് എന്നൊരു കമ്പനി ഇത് നല്ല സ്മാർട്ടായിട്ട് അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഫോണിൻ്റെ അകത്ത്, അതായത് ഒരു ഡിവൈസിൻ്റെ അകത്ത് കസ്റ്റമൈസേഷൻസിൻ്റെ എണ്ണം കൂടുമ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ലാഗും ആ ഒരു സ്മൂത്ത്നെസ്സും കുറഞ്ഞു വരും. പക്ഷെ ഇവരുടെ നേരെ തിരിച്ച, ഇവരുടെയാണ് എന്ത് നല്ല സ്മൂത്ത് എന്നറിയാം. ഇവരുടെ ആനിമേഷൻസും എല്ലാം നല്ല ബട്ടർ സ്മൂത്താണ്. അതിനെല്ലാത്തിനും ഒറ്റൊരു കാരണമേ ഉള്ളൂ, ഇവരുടെ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ. ഇവർ നല്ല ഉഗ്രനായിട്ടാണ് ഇവരുടെ സോഫ്റ്റ്വെയർ ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ള സോഫ്റ്റ്വെയറും അതിൻ്റെ അകത്ത് UI എക്സ്പീരിയൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ പിക്സൽ, മോട്ടോറോള അവരുടെ സോഫ്റ്റ്വെയർ സ്കിന്നിന് സിമിലർ ആണ്. ഇതിൽ പിന്നെ ഐഫോൺ പോലെ ഒന്നുമല്ല, നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാം. ഇതിന് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഇതാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങളുടെ നത്തിങ് ഡിവൈസസിനും ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലുള്ള സോഫ്റ്റ്വെയറിന്റെ വേർഷൻ നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നത്തിങ് OS 2.5.2 എന്നൊരു വെർഷനാണ് ഇതിനകത്തുള്ളത്. പക്ഷെ ഈ ഒരു അപ്ഡേറ്റ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന ഡിവൈസിൽ വന്നത് ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് പിറ്റേ ദിവസമാണ്. ഇതെന്താ ഇത്ര ലാഗ് ആയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നു. ഈ ഒരു അപ്ഡേറ്റിന് മുന്നുണ്ടായിരുന്ന വെർഷൻ ഞാൻ ഇപ്പം സ്ക്രീനിൽ കാണിക്കാം. ആ ഒരു വെർഷനാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. നത്തിങ് OS 2.0 നത്തിങ് ഫോൺ 2 റിലീസ് ആകുന്നത്. ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മേജർ ഒരു ബഗ് എന്ന് പറയുന്നത് ക്യാമറാസ് ആണ്. നിങ്ങൾ ഏത് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാലും ഇത് കാണാവുന്നതാണ്. ഞാൻ ട്വിറ്ററിനകത്ത് കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്, അതാണ് നിങ്ങളിപ്പോൾ കാണിക്കുന്നത്. ഇവരുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി നത്തിങ് OS 2.5 എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ് കൊടുത്തു. അതെന്ന് വെച്ചാൽ Android 13 to Android 14 ഒരു മേജർ അപ്ഡേറ്റ് ആണ്. ഇതും വെച്ച് അവർ കുറെ കസ്റ്റമൈസേഷൻസും കുറെ ഫീച്ചേഴ്സും ഇവർ പുതിയതായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവർ ചെയ്തപ്പോൾ ഒരു പ്രശ്നം പറ്റി, പുതിയൊരു പ്രശ്നം ഇതിനകത്ത് വന്നു. അതായത് ബാറ്ററി ഡ്രെയിൻ എന്ന് പറഞ്ഞൊരു പുതിയ ഇഷ്യൂ ഇതിനകത്ത് വന്നു. അതൊരു ഭയങ്കര വലിയ ഇഷ്യൂ ആയിരുന്നു. ഇത് നത്തിങ് ഫോൺ 1 തന്നെ ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ ആണ്. നത്തിങ് ഫോൺ 1 പറ്റി തന്നെ പറയുവാണെങ്കിൽ അതിൻ്റെ അകത്ത് 2.5 എന്ന് പറഞ്ഞ അപ്ഡേറ്റ് വന്നിട്ട് പോലും ഇല്ല. പിന്നീട് നത്തിങ് ഫോൺ 2 എല്ലാ ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നത് ഒരു 2.5.2 എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെയാണ്.
അതൊരു 500 MB അത്രയും സൈസുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതോടെ മിക്ക പ്രശ്നങ്ങളൊക്കെ ഇവർ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ വീഡിയോയുടെ കൺക്ലൂഷൻ ഞാൻ പറയാം. ഇത് നല്ലൊരു ഡിവൈസാണ്. ഇതിൻ്റെ പ്രൈസിനനുസരിച്ച് നല്ല സ്പെക്ക് കയറുന്നുണ്ട്. പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണം. ഇതിൻ്റെ അകത്ത് ബോക്സിൻ്റെ അകത്ത് ചാർജർ വരുന്നില്ല, കേസ് വരുന്നില്ല, പിന്നെ ഇത്രയും കാര്യങ്ങൾ വരുന്നില്ല. അതും 45,000 ആ ഒരു പ്രൈസ് റേഞ്ചിന് ഈ ഒരു ഡിവൈസ് ഓക്കെ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബാക്കി ഇതിനകത്ത് കോമ്പറ്റീറ്റേഴ്സൊക്കെ കുറച്ച് പേരുണ്ട്. അവരാണെങ്കിൽ ബോക്സിൻ്റെ അകത്ത് വരുന്ന ഇതിലും നല്ല സാധനങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ അകത്ത് ഗ്ലിഫിനെ പറ്റി നേരത്തെ പറഞ്ഞു. ഇതിൻ്റെ അകത്ത് വലിയ പ്രയോജനമൊന്നുമില്ല. ജസ്റ്റ് ഒരു സെല്ലിംഗ് പോയിന്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഗ്ലിഫ് ഇൻ്റർഫേസിന്. ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ ആദ്യം വന്നത് ഒരു 45K to 55K അതിനിടയ്ക്കായിരുന്നു ഇതിൻ്റെ പല വേരിയൻസ് വന്നത്. പിന്നെ അവർക്ക് മനസ്സിലായി ഇത് ഓവർ പ്രൈസ്ഡ് ആണ്. കുറേ പേര് കംപ്ലൈൻറ്റും പറഞ്ഞു ഇത് ഓവർ പ്രൈസ്ഡ് ആണ്, ഇത് ആരും മേടിക്കുന്നില്ല. പിന്നെ വേറെ കുറച്ച് പേരൊക്കെ പറയുന്നത് ഇതിനെ എന്തിനാ നത്തിങ് ഫോൺ 2 എന്ന് ഇറക്കി, നത്തിങ് ഫോൺ 1 Pro ഒന്നും വല്ല ഇറക്കാൻ മേലായിരുന്നു, അങ്ങനെ എന്തെങ്കിലും. അങ്ങനെ കുറേ നെഗറ്റീവായിട്ടുള്ള കമൻസൊക്കെ കണ്ട് അവർ പതിയെ അതിൻ്റെ വില അത് ഡൗൺ ചെയ്തതോടെ ഇപ്പം നല്ല സെയിൽസ് ഉണ്ട്. അവരിപ്പം നല്ല ഒരു എമർജിങ് കമ്പനിയായിട്ട് നത്തിങ് വളർന്നിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഒരു ഡിവൈസ് ഇപ്പം മേടിക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. അതായത് ഇതിൻ്റെ കൂടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ളത് OnePlus 11 എന്ന ഡിവൈസ് ഉണ്ട്. പിന്നെ ഐക്യൂടെ വേറെ ഏതൊക്കെയോ ഡിവൈസസും കൂടെ ഉള്ളൂ. വേറെ കോമ്പറ്റീഷൻ ഒന്നും ഇല്ല. നല്ല പ്രൈസ്ഡ് പെർഫോമൻസ് ആണ് ഇത് തരുന്നത്. നല്ല സ്പെക്സ് ഒക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇറ്റ്സ് എ ഗുഡ് ചോയ്സ്. അപ്പോൾ ഗൈസ്, അതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ ഈ വീഡിയോ എടുക്കാൻ സഹായിച്ച കുറേ ഫ്രണ്ട്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഡിവൈസ് റിവ്യൂ ചെയ്യാൻ തന്നവനും പിന്നെ ഈ വീഡിയോ എടുക്കാൻ ഫോൺ തന്നവനും അവർക്ക് രണ്ടുപേർക്കും എൻ്റെ സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.